ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലൈങ് ഫ്രിക്കീസ്. ഇറ്റ്സ് മി കിരൺ. ഇറ്റ്സ് മി രേഷ്മ. സോ നമ്മ ഇപ്പോൾ ഉള്ളത് രസതന്ത്ര റെസ്റ്റോറന്റ് ആണ്. ആക്ച്വലി ഇവിടെ നെടുമ്പാശ്ശേരിയുടെ തൊട്ടടുത്തായിട്ടാണ് പോണത്. ഇത് കാലടി പോണ റൂട്ടില്. സോ ഇവിടെ നമുക്കൊരു അൺലിമിറ്റഡ് ബുഫേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 249 ആണ് ഇവിടുത്തെ ഇനോഗ്രൽ ഓഫർ ആയിട്ടാണ്. അതെ, 249. റെസ്റ്റോറന്റ് ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ റേറ്റ് എന്തായാലും പറയട്ടെ. ഇനോഗ്രൽ ഓഫർ ആയിട്ട് 249 ആണ് നമ്മുടെ ഇവിടുത്തെ റേറ്റ് വരുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രസതന്ത്ര എന്ന റെസ്റ്റോറന്റ് ആണ് നമ്മ ഇപ്പോൾ ഉള്ളത്. ഇവിടെ വരുന്നത് നമ്മുടെ എയർപോർട്ടിന്റെ അടുത്താണ്. ഇവിടെ നമുക്ക് 3 നോൺ വെജ് ബുഫേ ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ആകെ 249 രൂപ കിട്ടും. നമ്മൾ വന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് നല്ല ഫുഡ് ആയതുകൊണ്ടായിരിക്കാം ആൾക്കാർ വന്ന് തിരക്ക് കാണിക്കുന്നത്. ആക്ച്വലി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുറേ നേരം. അതെ, പിന്നെ നമ്മൾ തുടങ്ങിയിട്ട് ഒരു ദിവസം ആയിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും കൂടെ അതിന്റെ കൂടെ ആയിരിക്കും ഇത്രയും തിരക്ക്. സോ നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കാൻ തുടങ്ങിയത്. സോ നമ്മുടെ ഈ സൈഡിലാണ് ബുഫേ നമ്മൾ വെച്ചേക്കുന്നത്. ആക്ച്വലി ഇത് ബുഫേ മാത്രമല്ല, അലക്കാത്തയും അവൈലബിൾ ആണ് ഇവിടെ. സോ നമുക്ക് ആക്ച്വലി നോൺ വെജ് വിഭവങ്ങളാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. കൂടുതലും ഊണിന്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ഫുഡ് അവൈലബിലിറ്റി ഉണ്ടായിരുന്നത്. ഊണും പിന്നെ കറികളും അതൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ സലാഡും പിന്നെ സൂപ്പ്, പിന്നെ ഉള്ളത് ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ പായസം ഉണ്ടായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൂട്ട് കട്ട് ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. സോ നമ്മളിത് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ്. നമുക്ക് അവരുണ്ടാക്കുന്നതെല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നമ്മൾക്ക് ഉണ്ടാക്കുന്ന ഫുഡുകളെല്ലാം അവിടെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യണത്. സോ ഇത് നമുക്കെല്ലാം കാണാൻ സാധിക്കും. സോ ഇതാണ് നമ്മുടെ ഉള്ളിലത്തെ നമുക്ക് കാണാനുള്ള സ്ഥലം. ആക്ച്വലി ഇത്തരം സീറ്റുകളാണ് നമുക്കിപ്പോൾ അവൈലബിലിറ്റി ഉള്ളത്. അതും ഫുള്ളായിരുന്നു, ക്രൗഡഡ് ആയിരുന്നു എല്ലാം വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ലൈവ് ഫിഷും അവൈലബിൾ ആയിരുന്നു. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ലൈവായിട്ട് വാങ്ങിക്കായിരുന്നു. പിന്നെ ഞാൻ ആദ്യം എടുത്ത സൂപ്പാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. സൂപ്പ് വെജ് ആയിരുന്നു. ക്ലിയർ സൂപ്പാണ്. അതിനകത്ത് നമുക്ക് ഫ്രൈഡ് നൂഡിൽസ് ഇട്ടുണ്ടായിരുന്നു. സോ അതൊരു നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ കിട്ടിയത്. പിന്നെ നമുക്ക് ഇവിടെ പല നാടൻ വിഭവങ്ങളും അവൈലബിൾ ആയിരുന്നു. പാൽക്കപ്പ, മീൻകറി, അരിപ്പുട്ട്, പിന്നെ നൂൽപുട്ട്, പൊറോട്ട, പിന്നെ അങ്ങനെ കുറെ വിഭവങ്ങളും നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ സാധിക്കും. പിന്നെ നമുക്കൊരു സ്ക്രീൻ ഉണ്ടായിരുന്നു. നമ്മൾ കിച്ചണിൽ നേരത്തെ ഞാൻ കാണിച്ചില്ലേ, അത് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. അതെ, എല്ലാവരും കാണിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ ഇവിടെ ഒന്നും മായൊന്നും ഇല്ലെന്നുള്ള രീതിയിലാണ്. സോ ഞാനൊരു സലാഡ്സ് ആണ് എടുത്തത്. ആക്ച്വലി 2 സലാഡ് ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് നോർമൽ ഗ്രീൻ സലാഡും പിന്നെ ഒരു സലാഡും കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഞാൻ നോക്കിയില്ലായിരുന്നു. സോ മോൾട്ടൻ ഇവിടെ ഊണിലേക്കാണ് നേരിട്ട് പോയത് സൂപ്പ് കഴിഞ്ഞിട്ട്. ആദ്യം ഞാൻ ചോറും നോണും കൂടി എടുത്ത് കഴിച്ചു നോക്കുന്നു. ഓരോന്ന് ടേസ്റ്റ് ചെയ്യണം. കുറച്ച് ചോറ് എടുത്തുള്ളൂ. ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാറുള്ള ചോറ്, പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിക്കുന്നത്. നമുക്കിവിടെ സീ ഫുഡ്സ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ ഫിഷ് കറി ഉണ്ടായിരുന്നു, പിന്നെന്താണുള്ളത്, കൂന്തല്, പിന്നെ തോരൻ, അവിയല്, സാമ്പാറുണ്ട്, മോരുണ്ട്, പിന്നെ കേടുണ്ട്. ഇതൊന്നും എടുക്കാൻ നിന്നില്ല. ഇതെല്ലാം അൺലിമിറ്റഡ് ആണ്. നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാം. ആരും നമുക്ക് തടയൊന്നുമില്ല. പിന്നെ എന്റെ കയ്യിൽ പപ്പടം ഉണ്ടായിട്ടോ. ഞാനപ്പോ ആദ്യത്തെ ആ സലാഡ്സ് ഞാൻ ആദ്യം ട്രൈ ചെയ്തിട്ട് കഴിക്കാൻ നിർത്താം. കാരണം നമ്മളെല്ലാം ട്രൈ ചെയ്യണമല്ലോ. സോ അത് കാരണം ഞാൻ ഇതൊന്ന് കഴിച്ചിട്ട് നമുക്ക് മെയിൻ കോഴ്സിലേക്ക് പോകാനുള്ള രീതിയിലായിരുന്നു. സോ ഇതാണ് എന്റെ പ്ലേറ്റിലെ ക്ലോസപ്പ്. ആക്ച്വലി മോൾട്ടിനെടുത്ത അതേ സാധനം തന്നെയാണ് ഞാനും എടുത്തത്. അപ്പൊ കൂടുതലൊന്നും എനിക്ക് വിശദീകരിക്കാൻ ഇവിടെ ഇല്ല. ആക്ച്വലി എല്ലാം നല്ല ഫുഡായിരുന്നു. ഒരു ചിക്കൻ ഫ്രൈ ആണ്, എന്തോ പേരുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയത്. അതെ, നല്ല ഫുഡ്, എല്ലാം അടിപൊളി ഫുഡ്. ഒരിക്കലും നോ എന്ന് പറയില്ല കേട്ടോ. നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും. നല്ല ഫുഡായിരുന്നു. പിന്നെ ഞാനൊന്ന് പൊറോട്ട എടുത്തു. ചപ്പാത്തി എടുത്തില്ല, ജസ്റ്റ് എങ്ങനെയുണ്ട് എന്നറിയാൻ. ചിലടത്ത് കട്ടിയായിരിക്കുമല്ലോ, ടേസ്റ്റ് വൈസും വേറെ രീതി ആയിരിക്കുമല്ലോ. അപ്പൊ അതൊന്നും അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ഓൾറെഡി കുറച്ച് ചോറാണെങ്കിൽ കഴിച്ചപ്പോൾ തന്നെ എന്റെ വയറ് ഫുള്ളായി. ഞാൻ പിന്നെ
അതവിടെ നിർത്തി. നല്ല സോഫ്റ്റ് പൊറോട്ട ആയിരുന്നു. പിന്നെ ഞാൻ എടുത്തത് ഐസ്ക്രീമും ഫ്രൂട്ട് കട്ടും ആണ് എടുത്തത്. സോ ഇതാണ് നമുക്ക് ഡെസേർട്ട് ആയിട്ട് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ പായസം ഉണ്ടായിരുന്നു. പായസം ഞാൻ കഴിച്ചില്ല, മോൾട്ടൺ കഴിച്ചായിരുന്നു. ഇതാണ് പായസം. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ. എന്ത് പായസമായിരുന്നു ആക്ച്വലി? അത് പരിപ്പ് പായസമായിരുന്നു. ആള് ശരിക്കും പറഞ്ഞാൽ കഴിക്കൂല, നല്ലൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തോളൂ. നല്ല പായസമായിരുന്നു. പരിപ്പ് ഇഷ്ടമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റും. ഐ മീൻ പരിപ്പ് പായസം എനിക്ക് പറ്റില്ല. സോ ഐസ്ക്രീം നോർമൽ ഐസ്ക്രീം ആണ്. ഐസ്ക്രീം ഫ്രൂട്ട് കട്ട് അത് പിന്നെ പ്രത്യേകിച്ച് ടേസ്റ്റിന്റെ കാര്യം പറയില്ലല്ലോ. നല്ലായിരുന്നു ഫുഡ് എല്ലാം കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവര് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്ന ബ്രാൻഡുകൾ, മുളകുപൊടി ആയാലും മഞ്ഞപ്പൊടി ആയാലും എല്ലാ സാധനത്തിന്റെയും നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇത് മെനു ആണ്. മെനു ഞാൻ നോക്കിയപ്പോ അങ്ങനെ കോസ്റ്റ്ലി അല്ല കേട്ടോ, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെനൂസ് തന്നെയാണ്. ഹെവി റേറ്റഡ് ഒന്നും അല്ല ആക്ച്വലി വരുന്നത്. എല്ലാം നല്ല കോസ്റ്റ് എഫക്റ്റ് ആയിട്ടുള്ള മെനൂസ് തന്നെയാണ് നമുക്ക് വരുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോസ്റ്റ് ചെയ്ത് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. സോ നമ്മുടെ ലഞ്ച് കഴിഞ്ഞായിരുന്നു കേട്ടോ. എല്ലാം അടിപൊളി ഫുഡായിരുന്നു. 3 നോൺ വെജ് ആണ് വരുന്നത്, പിന്നെ വെജിറ്റേറിയനും ഉണ്ട് അതിനകത്ത്. പിന്നെ ഇതെല്ലാം നമുക്ക് അല്ലാതെ ഓർഡർ ചെയ്യാം കേട്ടോ. ബുഫേ അല്ലാതെ അലക്കാതെ ഓപ്ഷൻ ഉണ്ട് ആക്ച്വലി നമുക്ക് വാങ്ങിക്കാനായിട്ട്. ബുഫേയില് നമുക്ക് അധികം ഓപ്ഷൻ ഇല്ല, അല്ലാതെ വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യണമെങ്കിൽ ബെറ്റർ അതായിരിക്കും. പിന്നെ ബുഫേ നോക്കി തന്നെ വന്നതാണ്. നമ്മൾ ബുഫേ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി തന്നെ വന്നതാണ്. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.